തുഫേലെ, ഈ റെജി ലൂക്കോസ് എന്ന ഇടത് സഹയാത്രികൻ നമ്മുടെ ചാനൽ ചർച്ചകളിലെ CPM-ന് വേണ്ടി ബലിയാടാകുകയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മുഖ്യധാര മാധ്യമങ്ങളിലെ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് CPM-നെ വെട്ടിലാക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിരുന്നതാണ്. എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു ചാട്ടത്തെ കുറിച്ച് നമ്മളൊരു സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ? പുള്ളി പറയുന്ന ദ്രവിച്ച ആശയങ്ങളോട് ഇനി ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ്. നമുക്കറിയാല്ല, കഴിഞ്ഞ ഒരു 9 വർഷം അല്ലെങ്കിൽ 9.5 വർഷമായിട്ട് എല്ലാ ചാനലിലും, കേരളത്തിലെ മലയാളത്തിലെ മുഖ്യധാര എല്ലാ ചാനലിലും CPM-ന്റെ ചാനൽ ഡിബേറ്റുകളിൽ മുഖമായി, അത് CPM-ന്റെ ഒഫീഷ്യലി CPM അയക്കുന്നതല്ല, AKG സെന്ററിൽ അയക്കുന്ന ഒരു മുഖമല്ല. ഇപ്പൊ ഈ BN ഹസ്കറിനെ പോലെയും, BN ഹസ്കറൊക്കെയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഹസ്കറിനൊക്കെ പിന്നെ ഒരു നിലപാടുള്ള ഒരാളാണ്. റെജി ലൂക്കോസുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ അടുത്തുപോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും പ്രത്യേകിച്ച് ചില വിഷയങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് CPM പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങളില് CPM ഒഫീഷ്യലി ഗസ്റ്റുകളെ കൊടുക്കാറില്ല. കാരണം ഞാൻ പറയുന്നുണ്ട്, മലയാളത്തിലെ മുഖ്യധാര ചാനലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനുള്ളത്, CPM-ന്റെ ഗസ്റ്റുകളെ കോർഡിനേറ്റർ, മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഈ വിഷയത്തിൽ ഞങ്ങൾ ഗസ്റ്റുകളെ അയക്കുന്നില്ല എന്ന് പറയും. തീർത്തും പറയാറുണ്ട്. അത് CPM മാത്രമല്ല, BJP, കോൺഗ്രസും പറയാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ പറ്റൂ. ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച 8 മണി അല്ലെങ്കിൽ ന്യൂസ് അവർ വൈകുന്നേരത്തെ ചർച്ച മാത്രമല്ല, ഉച്ചക്കുള്ള ചിലപ്പോൾ ഒരു കത്തിരിക്കുന്ന വിഷയമാണെങ്കിൽ അപ്പോഴും വിളിക്കും ഗസ്റ്റ്. ആ സമയങ്ങളിൽ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞാണല്ലോ ഒരു മീഡിയ മാനാണ്. മാധ്യമങ്ങളുടെ എപ്പോഴും മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ചർച്ചകൾക്കായി നമ്മൾ ഓരോ വിഷയങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ചർച്ചകൾക്കായിട്ട് CPM-ന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിനിധികളെ വിളിക്കുമ്പോൾ, അതായത് മീഡിയ സെൽ കോർഡിനേറ്റേഴ്സിനെ വിളിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയുണ്ട്, ഈ വിഷയത്തിൽ ഞങ്ങൾ എടുക്കുന്നത്, അത് കൂടുതലും പറയുന്നത് CPM ആണ്. പ്രത്യേകിച്ച് CPM പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ മുന്നണിയോ പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങളിൽ അവർ പലപ്പോഴും ഗസ്റ്റുകളെ കൊടുക്കാറില്ല. ആ സമയത്ത് നമ്മൾ, അതായത് ചാനൽ ചർച്ചകൾ നയിക്കുന്ന ആങ്കർമാർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ ഇടത് സഹയാത്രികർ എന്ന രീതിയിൽ വരുന്ന ഈ ഹസ്കർ, പിന്നെ ഈ M ജയേന്ദ്രൻ, പിന്നെ റെജി ലൂക്കോസ്, അങ്ങനെ കുറെ പേരുണ്ട്. അങ്ങനെ പലരൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത്. അത് ഈ റെജി ലൂക്കോസിന്റെ പ്രത്യേകത, ഈ എന്റെ ഒരു ഡോക്ടർ ജയരാജ് ഈ റെജി ലൂക്കോസിനെ എനിക്ക് പേഴ്സണലി അടുപ്പമുള്ളതാണ്. ഞാൻ മീഡിയ വൺ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ റെജി ലൂക്കോസ് ഒരിക്കൽ ഞങ്ങളുടെ മീഡിയ വണ്ണിന്റെ സ്റ്റുഡിയോ ഭയങ്കര അടിപൊളി സ്റ്റുഡിയോ ആണ്. മീഡിയ വണ്ണിന്റെ സ്റ്റുഡിയോ സന്ദർശിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ പരമാവധി എല്ലാ ചർച്ചകൾക്കും വിളിക്കണം, എനിക്ക് പരമാവധി എന്നെ ആഴ്ചയിൽ 3-4 ദിവസം നിങ്ങൾ എനിക്കൊരു സ്പേസ് തരണം. അന്ന് മറ്റു ചാനലുകളൊന്നും, അന്ന് 24 ഇല്ല, ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ഇത്ര പോലെ വിപുലീകരിച്ചിട്ടില്ല, അങ്ങനെയില്ല. അപ്പൊ അത് എനിക്ക് നിങ്ങൾ കുറച്ച് സ്പേസ് തന്നെ, ആഴ്ചയിൽ 3-4 ഓണം എനിക്ക് കുറെ സ്പേസ് തരണം, അതായത് എപ്പോ വിസിബിലിറ്റി തരണം. പുള്ളി പറയുന്നതിന് മറുപടി, എപ്പോ നിങ്ങൾ എന്നെ വിളിച്ചാലും ഒരു അരമണിക്കൂർ വിളിച്ചാൽ ഞാൻ റെഡിയാണെന്നാണ്. അപ്പൊ ഇയാളെ പോലത്തെ ഒരു വ്യക്തിയായിരുന്നു BRM ഷഫീർ, കോൺഗ്രസിന്റെ. BRM ഷഫീർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെച്ച് ഇന്നെന്താണ് വിഷയം, BRM ഷഫീർ നമ്മുടെ ഡെസ്കിലേക്ക് വിളിക്കും, തുഫയിലെ ഇന്നെന്താണ് വിഷയം, അപ്പൊ ആമസോൺ മഴക്കാടുകൾ കത്തിയതിനെ പറ്റിയാണ് ചർച്ച, നല്ല വിഷയമാണ്, ഞാൻ ബേക്കറി ജംഗ്ഷനിലുണ്ട്, വണ്ടി വിട്ടാൽ മതി, ഞാൻ വന്നേക്കാന്ന് പറയും എന്ന് പറഞ്ഞാൽ അതുപോലത്തെ വ്യക്തിയാണ് ഈ ഓഫീസ് ബേക്കറി ജംഗ്ഷനിലാണല്ലോ. അതെ, എല്ലാ വിഷയങ്ങൾക്കും പറ്റിയാളാണ്. അപ്പൊ അത് CPM-നെ ന്യായീകരിക്കാൻ, CPM-ന് എന്ത് CPM പ്രതിരോധത്തിലായാലും ഇങ്ങനെ ന്യായീകരിക്കാൻ കരുതും എഴുതിക്കോളും ഈ പറഞ്ഞ റെജി ലൂക്കോസ്. ഇതൊക്കെ പലപ്പോഴും പറയുന്നത്, ഞാൻ CPM-ന്റെ ഔദ്യോഗികമായിട്ട് പാർട്ടി അയക്കുന്നതാണല്ല, ഞാൻ പാർട്ടി മെമ്പറാണെന്ന് പറയാറുണ്ട്. ഞാൻ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി നഗശിക്കാണ്ട് ഞാൻ പോരാടി, ഞാൻ പാർട്ടി മെമ്പറാണ്, ഞാൻ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, LC സമ്മേളനങ്ങളും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളൊന്നും എത്തിയിട്ടില്ല, കമ്മിറ്റിയിലെത്തിയിട്ടില്ല. ഇയാൾ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത്, ഞാൻ സജീവ പാർട്ടി മെമ്പറാണെന്ന് ഇയാള് നമ്മുടെ ചർച്ചകളിലും പറയാറുണ്ട്, അല്ലാതെ നമ്മൾ പേഴ്സണലിലും പറയാറുണ്ട്. ഞാൻ പാർട്ടിയെ വക്താവായിട്ട് വിട്ടില്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം നഗശികാന്നും പാർട്ടിക്ക് വേണ്ടി പോരാടും എന്ന് പറയുന്ന ആളാണ് ഈ റെജി ലൂക്കോസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അയ്യപ്പൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോ BJP-യിലേക്ക് പോകുന്നത്, ഇപ്പൊ നിയമസഭാ ഇലക്ഷൻ ഇനി 100 ദിവസത്തിൽ താഴെയുള്ളു, ഏപ്രിൽ 2ാം വാരം നിയമസഭാ ഇലക്ഷൻ നടക്കും. അപ്പൊ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാണ് അദ്ദേഹത്തിന് നിയമസഭ ഒരു സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് അത് ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടി ഇപ്പൊ
BJP ഇപ്പൊ ക്രിസ്ത്യൻ സമുദായ വോട്ട് ഇങ്ങനെ അടുക്കാനുള്ള ഈ നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പേട്ടൻ എന്താ തോന്നുന്നത് ഇതിനെ പറ്റി? അത് എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും അല്പം മുമ്പ് മാതൃഭൂമിയിലെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ അഭിലാഷ് മോഹനും ഇപ്പൊ മറ്റേ രാജീവ് അവരടങ്ങുന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നു. അത് ഈ തുഫേൽ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഇദ്ദേഹം പറഞ്ഞത്, അഭിലാഷ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ 2 മണി 3 മണി സമയത്തൊക്കെ ഒരു വാർത്ത വരുന്ന സമയത്ത് കാര്യം അഭിലാഷ് മീഡിയ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പൊ നമുക്കൊരു വാർത്ത എന്ന് പറയും നമ്മൾ വിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഏത് സമയത്തും അതെ അദ്ദേഹം CPM കാരനാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പിന്നെ അദ്ദേഹം ഇപ്പോ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് CPM കാരൻ അദ്ദേഹം അവകാശപ്പെട്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ആരോപണം CPM പറയുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഇതിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് റെജി ലൂക്കോസ് പോയതൊന്നും നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പൊ പറയുന്ന പല കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇതിനൊന്നും ഒരല്പ ചരിത്രം നോക്കിയാൽ തന്നെ ഈ പറയുന്ന പാർട്ടിയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് സെൽവരാജ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ വളരെ കോൺഗ്രസിലേക്ക് പോയി. അദ്ദേഹത്തിന് ഇപ്പൊ വലിയ അഡ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പോലും മത്സരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ AP അബ്ദുള്ളക്കുട്ടി ഇപ്പൊ BJP-യിലാണ്, CPM BJP-യിലാണ്. അപ്പോ ഈ പറയുന്ന പോലെ ആദർശവും ഈ പറയുന്ന പ്രത്യശാസ്ത്രവും ഇതൊന്നും അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അവർക്ക് ഈ പറയുന്ന ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഇത് റെജി ലൂക്കോസ് പോയതിൽ ചിലപ്പോൾ ഈ ചാനലിൽ വാർത്തയൊക്കെ കാണുന്നവരെ സംബന്ധിച്ച് വക്താവ് ഇപ്പൊ പിന്നെ എന്താ പറയാ നമ്മൾ പറഞ്ഞ അസ്കറിന്റെ പറയുന്നുണ്ട്. ഇയാള് റെജി ലൂക്കോസിന്റെ അത് മാധ്യമങ്ങൾ പറഞ്ഞത് ഉത്തരേന്ത്യയിലെ BJP വഹിക്കുന്ന സംസ്ഥാനങ്ങളിലെ വികസനം എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല ഏതായാലും നമ്മൾ അസ്കറിനെ സംബന്ധിച്ച് അസ്കർ ഇദ്ദേഹത്തെ പോലെയല്ല. അദ്ദേഹം ബാർ കൗൺസിലിലൊക്കെ CPM-ന്റെ അഭിഭാഷക സംഘടനയിലെ ആളാണ്. അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയും കിടന്ന് ലോക്കലോ ഏതോ കുറച്ചുകൂടെ ഉയർന്ന ഒരു ഘടകത്തിൽ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദർശവും പ്രത്യശാസ്ത്രമൊക്കെ ഉള്ളതാണ്. അസ്കർ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ റെജി ലൂക്കോസിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പൊ അവകാശപ്പെടുന്നത് കഴിഞ്ഞ 5 കൊല്ലം പാർട്ടിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഇത്രയും തല്ലുകൊണ്ടപ്പോ എനിക്ക് പാർട്ടി അറിഞ്ഞൊന്നും എന്നെ സഹായിച്ചില്ല. നേരെ മറിച്ച് PS പ്രസാദ് എന്ന് പറയുന്ന കഴിഞ്ഞ 2016 ഇലക്ഷനിൽ 2021 ദേവസ്വം ബോർഡ് ഇപ്പൊ അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കുന്നതിന് മുമ്പ് 2021 അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ച ആളാണ്. തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റ ആളാണ്, കോൺഗ്രസ്സുകാരനായി. അദ്ദേഹത്തിനെ ഇവരെടുത്ത് ഈ പറയുന്ന പോലെ CPM കൊണ്ടുപോയി പിന്നെ പ്രസിഡന്റ് ആക്കി. ഇപ്പൊ ഓരോന്നായിട്ട് പുറത്തു വരിക. അതായത് ഈ സരിൻ എന്ന് പറയുന്ന പാലക്കാട് കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയ ഈ P സരിൻ പോലും പിന്നെ മുഖ്യമന്ത്രിയും കുടുംബത്തെയും വ്യക്തി അധിക്ഷേപം വരെ സൈബർ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് സരിൻ എന്നൊക്കെ അദ്ദേഹം ഇപ്പൊ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഇതിൽ ഒരു കാര്യം നമുക്ക് ചോദിക്കാണ്ട്. ഇദ്ദേഹം 4-5 കൊല്ലം പാർട്ടിയുടെ വക്താവായി ഉള്ള ചാവേറായിട്ട് എല്ലാം വാങ്ങി എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ ഇതൊക്കെ വാങ്ങിയത്? തീർച്ചയായിട്ടും നാണമില്ലേ ഉളുപ്പില്ലാതെ ഇതൊക്കെ പറയാൻ? ആത്മാർത്ഥതയോടെ അദ്ദേഹത്തിന് ഈ പാർട്ടിയോട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിനെ പോലെയൊന്നും അല്ലാതെ എത്രയോ വക്താക്കളെ ഒന്നും അല്ലെങ്കിലും ചാവേറുകളായിട്ട് പാർട്ടിയെ കുറിച്ച് CPM എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ ഈ BRD നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞത്? ഷബീർ. ഈ ഷബീർ എന്ന് പറയുന്ന വ്യക്തി CPM-നെ പറയുകയും CPM തിരിച്ച് കാര്യം ഇവരോട് മണ്ടത്തരം പറയുന്ന ഒരാളാണ് ഈ ഷബീർ. അദ്ദേഹമൊക്കെ ചാവേറാണ്. അല്ല ഷഫീർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തുഫൈല് ഈ റെജി ലൂക്കോസ് ഉള്ള ചർച്ചക്ക് എന്നെ പങ്കെടുപ്പിക്കണം. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, മീഡിയ ചാനലിൽ വെച്ച് എനിക്ക് റെജി ലൂക്കോസുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. കാര്യം ചാവേറുകളാണ്. കാര്യം ചില ആൾക്കാർ മണ്ടത്തരം പറയുന്നത് 2 മണ്ടന്മാർ ചേരുമ്പോ ആണ് മണ്ടത്തരം ആയിരിക്കും പറയുന്നത്. ചാനലിൽ ഈ വാർത്ത കേൾക്കാതിരിക്കുന്നവർക്ക് ചിരിക്ക് ഒരുപാട് ഭാഗമുണ്ട്. ഈ ജോലികുമാർ ചാമക്കാലൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കാര്യം ഈ സന്ദീപ് ജോലികുമാർ ചാമക്കാലെ പോരാ പുളിച്ച തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിരുന്നു അപ്പൊ ഇതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോ നമുക്ക് ഒറ്റ വാക്കിലേ പറയാനുള്ളൂ, മുങ്ങുന്ന കപ്പലാണ് CPM എന്ന് പൊതുവെ ഒരു ഭാഷ ഇപ്പൊ വന്നു കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് കടലിലോട്ട് ചാടുകയാണ്. അത് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, CPM-ന്റെ സഹയാത്രികരായി നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കോൺഗ്രസിലേക്ക് വരുമെന്നാ പറഞ്ഞു. പക്ഷെ ഇപ്പൊ റെജി ലൂക്കോസ് പോയത് BJP-യിലേക്കാണ് പോയത്. നമ്മള് ഇപ്പോ സെൽവരാജിന്റെ കാര്യം നെയ്യാറ്റിങ്കര പറഞ്ഞു. എന്തായി സെൽവരാജ് ഇപ്പൊ എവിടെയാ? സെൽവരാജ് എന്ന് പറയുന്ന നേതാവിനെ അറിയൂ? പിന്നെ എന്റെ അറിവില് ഈ പ്രായത്തിനിടയ്ക്ക് എന്റെ അറിവില് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് അവർ കൊണ്ടുവന്ന ചില ആൾക്കാരെ അവർ സംരക്ഷിച്ച് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. CPM എന്ന് ചാടിപ്പോയ ചില ആൾക്കാര് ഒരിടത്ത് എത്താത്തവരുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ TK ഹംസ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു.
ടി.കെ. ഹംസയെ അവർ കൊണ്ടുവന്ന് ഹംസയ്ക്ക് ഇന്നും വേണ്ട പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം മലപ്പുറത്ത് പാർട്ടിയുടെ മലപ്പുറത്താണ് മഞ്ചേരി ആയിരുന്നു മറ്റേ എം പി ആയിരുന്നോ, അദ്ദേഹം എത്ര തവണ എം പി ആയെന്നറിയോ? അപ്പൊ ഈ പിന്നെ ലോകത്ത് എന്നും പറഞ്ഞ് ഇരിങ്ങാലക്കുടയിൽ ജയിച്ച കേരള കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ നിരവധി CPM നേതാക്കൾ. ഇപ്പൊ CPM ആലപ്പുഴയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളായിരുന്നു ആഞ്ചലോസ്, KS മനോജ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ PP ചിത്രരഞ്ജനെതിരെ ആലപ്പുഴയിൽ KS മനോജ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. അതെ. അപ്പൊ ഇതില് ആഞ്ചലോസ് ഒരു വേള CPM ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ പാർട്ടി നിരന്തരം പീഡിപ്പിച്ച് CPM പാർട്ടി പീഡിപ്പിച്ച് അദ്ദേഹം CPI-യിലാണ്. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന പോലെ, പക്ഷെ അവരാരും ഇങ്ങനെ വിളിച്ചൊന്നും പറഞ്ഞില്ല. ഇതിൽ അദ്ദേഹം പറയുന്ന, അദ്ദേഹം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ചാവേറായിരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചില ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർ വിളിച്ച് ചോദിച്ചെന്ന്, നീ ഇങ്ങനെ ഇത്രയും ചാവേറായിട്ടൊക്കെ ഇരിക്കണില്ലേ, നിനക്ക് എവിടെയെങ്കിലും ഒരു സീറ്റെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതൊക്കെ അദ്ദേഹം പറയും സ്വയം വില കളയുകയാണ്, വെറുതെ അപഹാസ്യനാകുകയാണ്. ഇത് ആരോട് പറയുന്നതെന്ന് ചോദിച്ചാൽ ബിനോവിന്റെ എന്നെപ്പോലെയും ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലെയും ഉള്ളവരുടെ അടുത്തൊക്കെയാണ് ഈ ആന മണ്ടത്തരം പറയണം. നല്ല തിരിച്ച് നല്ല കളിയാക്കല്, അതായത് ചോദിക്കുന്ന ആക്കല് ചോദ്യങ്ങളൊക്കെയാണ് ഹാഷ്മിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഏറ്റവും കളിയാക്കൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഇവർക്ക് മടയരാകുമ്പോൾ? പിന്നെ ഈ പറയുന്ന പോലെ CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഇത് അതിശയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ, അതായത് നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി രീതിയിൽ ഇനി പതിയെ ഇതൊരു മുങ്ങുന്ന കപ്പലാണ്, കപ്പിത്താന് ഒക്കെ ഉണ്ട് എന്നും വീണാ ജോർജ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സ്വയം പുകഴ്ത്തൽ ആവശ്യമില്ലാതെ നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ സോപ്പിട്ട് അവസാനം ഒറ്റ വിഴുങ്ങൽ എന്ന് പറയുമല്ലോ, അങ്ങനെ സോപ്പിട്ടവരിൽ ഒരു വ്യക്തിയായ റെജി ലോക്കോസ് പോകുന്ന ഒരു പ്രതീകമാണ്. ഇതേപോലെ തന്നെ അവസാനം വേണമെങ്കിൽ ജോൺ ബ്രിട്ടാസും ഈ പാർട്ടിയിൽ നിന്ന് പോകും. അതിൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. ബ്രിട്ടാസും പോവും, വീണാ ജോർജും പോവും. ഇങ്ങനെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് 2026 വരും. നമ്മളിപ്പോ ഒരു ഇടത് സഹയാത്രികനായ ഷാജി പാണ്ഡ്യാലയോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മുടെ കണ്ണൂരുകാരനായ ഷാജി പാണ്ഡ്യാല അദ്ദേഹം പറഞ്ഞത് 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഇപ്പൊ ഇദ്ദേഹത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ റെജി ലൂക്കോസ് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അധികാരം. ഇപ്പൊ PS പ്രസാദിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കളഞ്ഞിട്ട് വന്നാൽ അയാളെ വിളിച്ച് നിങ്ങൾ പ്രസിഡന്റ് ആക്കിയില്ലേ, എന്നെ എന്താക്കി എന്നാണ് അയാൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 5 കൊല്ലം കൊണ്ട് മെഴുകി വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു, പാർട്ടിക്കെതിരെ ഞാൻ ഇങ്ങനെ പാർട്ടിയെ പറയുന്നത് ഞാൻ എന്റെ നെഞ്ചുകൊണ്ടാണ് ഞാൻ തടഞ്ഞു നിന്നത്. ഇയാളോട് ആരെങ്കിലും പറഞ്ഞു പോയി നിൽക്കാനായിട്ട്? ഇല്ലല്ലോ. ആരെങ്കിലും പറയും ഇവര് CPM പാർട്ടി ഇപ്പൊ പറയുന്നു അദ്ദേഹം ബ്രാഞ്ച് അംഗമാണെന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇത് നാളെ ഈ ഡോക്ടർ ജയരാജൻ, ഇനി ഈ പറയുന്ന ജയചന്ദ്രൻ മെട്രോ വാർത്തയിൽ പത്രത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ദീപികയിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ കപട പിന്നെ പാർട്ടി ഭക്തന്മാരാണ് എന്നുള്ള കാര്യം ഇപ്പോഴും CPM മനസ്സിലായിട്ടില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഇതേപോലെ കുറെ കപട മുഖങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. ആ കപട മുഖങ്ങളാണ് ഇപ്പൊ ഈ പാർട്ടിയെ വാരിക്കുഴിയിൽ കൊണ്ട് തള്ളിയിട്ട് രീതിയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ കപ്പല് ഇങ്ങനെ ആടി ഒലിയുകയാണ്. കപ്പിത്താൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കപ്പിത്താനെ പുകഴ്ത്തി വേറെന്തൊക്കെയാ അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തിയിരിക്കുന്നത്? ഇങ്ങനെ പുകഴ്ത്തുപാട്ടുകളൊക്കെ പാടിയവരൊക്കെ കൂടെ ഈ കപ്പല് മുങ്ങുന്നതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചാടുന്നത് കടലിലേക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന കടുത്തുരുത്തിൽ ഇദ്ദേഹം മത്സരിച്ചെന്നിരിക്കട്ടെ. കടുത്തുരുത്തിൽ മോൻസ് ജോസഫാണ് ജയിച്ചിരിക്കുന്ന MLA. ഒരു സ്ഥാനാർത്ഥിയുടെ പരിവേഷവും കയ്യിലെ കുറെ കാശും BJP കുറെ കാശും ഒക്കെ ഇറക്കി സ്ഥാനാർത്ഥിയൊക്കെയാവും. ജയിക്കുകയില്ല എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഏതായാലും BJPയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നത് അവർക്ക് വേണമെങ്കിൽ പറയാനൊരു പറച്ചിലായിരിക്കും. ഒരു 5 കൊല്ലത്തിനിപ്പുറം ഈ പറയുന്ന റെജി ലൂക്കോസ് എന്തെങ്കിലുമൊക്കെ ആയി കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ നമ്മളും ആഗ്രഹിക്കുന്നു. അത്ര മാത്രമേ ഇതിൽ നമുക്ക് പറയാനുള്ളൂ.